السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أما بعد. സ്നേഹമുള്ള ഖുർആൻ പഠിതാക്കളെ, സൂറത്തു ശൂറയിലെ 32 മുതൽ 35 വരെയുള്ള 4 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആദ്യമായി ഈ ആയത്തുകളുടെ പാരായണം എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ومن آياته الجوار في البحر كالأعلام. ومن آياته الجوار في البحر كالأعلام. إن يشأ يسكن الريح فيظللن رواكد على ظهره. رواكد على ظهره. إن في ذلك لآيات لكل صبار شكور. أو يوبقهن بما كسبوا ويعفو عن كثير. أو يوبقهن بما كسبوا ويعفو عن كثير. ويعلم الذين يجادلون في آياتنا ما لهم من محيص. ويعلم الذين يجادلون في آياتنا ما لهم من محيص. ഈ 4 ആയത്തുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. 32-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹിൽ ജവാരി ഫിൽ ബഹ്രി കൽഅഅ്ലാം. അപ്പോൾ അള്ളാഹു ഈ ആയത്തിലും അള്ളാഹുവിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. 32-ാമത്തെ ആയത്ത് അല്ലാഹ് പറയുന്നത് വമിൻ ആയാത്തിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടത് തന്നെയാണ് അൽ ജവാരി, സഞ്ചരിക്കുന്ന കപ്പലുകൾ, ഫിൽ ബഹിരി, കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ, കൽ അഅ്ലാം, മലകളെപ്പോലെയുള്ള, വലിയ മലകൾക്ക് സമാനമായ, അത്രയും വലിപ്പമുള്ളത് എന്നർത്ഥം. അങ്ങനെയുള്ള കപ്പലുകൾ കടലിലൂടെ സഞ്ചരിക്കുന്നു. അതും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടത് തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചെറിയ മൊട്ടുസൂചി, അങ്ങനെ ഒരു മൊട്ടുസൂചി എടുത്ത് വെള്ളത്തിലിട്ടാൽ, കടലിലിട്ടാൽ ആ മൊട്ടുസൂചി വെള്ളത്തിൽ പൊങ്ങി നിൽക്കില്ല എന്നെല്ലാവർക്കും അറിയാം. താന്നു പോകും വെള്ളത്തിൽ. അതേ സമയത്ത് മൊട്ടുസൂചി ഉണ്ടാക്കിയ അതേ ഉരുക്കുകൊണ്ട്, ഭാരമേറിയ ഉരുക്കുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഭീമാകാരമായ കപ്പലുകൾ, മലകൾക്ക് സമാനം എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത്. കൽ അഅ്ലാം, ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾക്ക് സമാനമായ കപ്പലുകൾ എന്നാണ്. അത്രയും ഉയർന്നു നിൽക്കുന്ന കപ്പലുകളും ടൺ കണക്കിന്, ടണ്ണും അല്ല,
എത്രയോ ടൺ ഭാരവുമായി വരുന്ന കപ്പൽ, എത്രയോ കണ്ടെയ്നറുകൾ, ചരക്കുകളുമായിട്ടാണ് കപ്പൽ വരുന്നത്. അത് ഇത്രയും ഭാരമുണ്ടായിട്ടും ആ കപ്പൽ വെള്ളത്തിൽ താഴ്ന്നു പോകാതെ, കടൽ വെള്ളത്തിൽ താഴ്ന്നു പോകാതെ പൊങ്ങി നിന്നുകൊണ്ട് സഞ്ചരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇതെന്തൊരു അത്ഭുതമാണ്. ഒരു മുട്ടുസൂചി വെള്ളത്തിൽ വീണാൽ അത് താന്നു പോകും. പക്ഷെ എത്രയോ ടൺ ഭാരമുള്ള കപ്പൽ വെള്ളത്തിൽ താഴ്ന്നു പോകുന്നില്ല, അത് പൊങ്ങിക്കിടക്കുന്നു. വലിയൊരു അത്ഭുതമല്ലേ ഇത്? ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിനെപ്പറ്റി പഠിക്കാനാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ ഓരോ ദൃഷ്ടാന്തങ്ങളും അള്ളാഹു ഇങ്ങനെ എണ്ണി എണ്ണി പറയുമ്പോൾ അത് അങ്ങനെ നിൽക്കുന്നതിന് വേണ്ടി എന്തൊക്കെ സംവിധാനങ്ങളാണ് പടച്ചറബ് ഏർപ്പെടുത്തിയത് എന്ന് പരിശോധിക്കാനും പഠിക്കാനുമാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. എന്നിട്ട് അതിലൂടെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ, അള്ളാഹുവിൻ്റെ സൃഷ്ടികർത്തൃത്വത്തെ ആദ്യം മനസ്സിലാക്കുകയും അതിലൂടെ ആരാധനാപരമായ ഏകത്വം അംഗീകരിക്കുകയും അങ്ങനെ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്ന ഇസ്ലാമിൻ്റെ, അല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച അടിസ്ഥാനപരമായ കാര്യം അത് പ്രതിപാദിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ശാസ്ത്ര സത്യങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നത്. അല്ലാതെ ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല, കുറേ ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല ഖുർആൻ. എന്നാൽ ഖുർആനിൽ 300-ലേറെ ശാസ്ത്ര വിഷയങ്ങളിലെ പരാമർശങ്ങളുണ്ട്. അവയൊക്കെ പരാമർശിച്ചിട്ടുള്ളത് അതിനെപ്പറ്റി പഠിക്കാനും അതിനെപ്പറ്റി ഗവേഷണം നടത്താനും എന്നിട്ട് ഈ വസ്തുക്കളുടെ, ഈ സൃഷ്ടികളുടെ പിന്നിലുള്ള സൃഷ്ടികർത്താവിനെ കണ്ടെത്താനും വേണ്ടിയാണ്. അപ്പോൾ കടൽ വെള്ളത്തിൽ എന്തുകൊണ്ട് കപ്പൽ പൊങ്ങി നിൽക്കുന്നു, എന്തുകൊണ്ട് പൊങ്ങി നിൽക്കുന്നു, അതിനെപ്പറ്റിയിട്ട് പഠനം നടത്തുമ്പോഴാണ് അത് മനസ്സിലാവുക. സമുദ്രശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വെള്ളത്തിന് അള്ളാഹു കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേക കഴിവാണ്. വെള്ളത്തിലുള്ള വസ്തുക്കളെ വെള്ളം മുകളിലേക്ക് തള്ളുമെന്നുള്ളത്. മുകളിലേക്കുള്ള മർദ്ദം, ഏത് വസ്തുവും വെള്ളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ വെള്ളം ആ വസ്തുവിനെ മുകളിലേക്ക് പൊക്കും. വെള്ളത്തിൻ്റെ മുകളിലേക്കുള്ള തള്ളൽ അഥവാ മർദ്ദവും ഈ വസ്തുവിനെ താഴോട്ട് വലിക്കുന്ന അതിൻ്റെ ഭാരവും, ഇത് രണ്ടും ഉണ്ടല്ലോ. വസ്തുവിന് ഭാരമുണ്ട്, ഭാരം താഴോട്ടാണ്. അപ്പോൾ വസ്തുവിനെ താഴോട്ട് വലിക്കുന്ന ഭാരവും ആ വസ്തുവിൻ്റെ മുകളിൽ വെള്ളം ചെലുത്തുന്ന മർദ്ദവും, ഇത് രണ്ടും കൂടെ വെച്ചാൽ രണ്ടും കൂടെ കണക്ക് കൂട്ടിയിട്ട് വസ്തുവിനെ താഴേക്ക് വലിക്കുന്ന ഭാരത്തെക്കാളും കൂടുതൽ അളവിൽ മർദ്ദം മുകളിലേക്കുണ്ടെങ്കിൽ അത് പൊങ്ങിക്കിടക്കും. എല്ലാ വസ്തുക്കൾക്കും ഭാരമുണ്ട്. മരത്തടി വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കും. അതിൻ്റെ അർത്ഥം മരത്തടിക്ക് ഭാരമില്ല എന്നല്ല. അതിൻ്റെ ഭാരത്തെക്കാളും കൂടുതൽ വെള്ളം അതിൻ്റെ മുകളിൽ മർദ്ദം ചെലുത്തുന്നു, അപ്പോൾ അത് പൊങ്ങി നിൽക്കുന്നു. ഇങ്ങനെയാണ് ഓരോന്നും. വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഭാരമുണ്ട്, പക്ഷേ ആപേക്ഷികമായി ഭാരത്തെക്കാളും വലിയ മർദ്ദം അതിൻ്റെ മുകളിൽ വരുന്നത് കൊണ്ട് അത് പൊങ്ങി നിൽക്കുന്നതാണ്. അത് കണ്ടെത്തി മനുഷ്യൻ. അത് പുരാതന കാലം മുതൽ മനുഷ്യൻ കണ്ടെത്തി. വെള്ളത്തിലിട്ടാൽ പൊങ്ങി നിൽക്കുന്നു. അപ്പോൾ ആ വെള്ളത്തിന് അള്ളാഹു കൊടുത്ത ആ കഴിവ് അത് മനുഷ്യൻ തൻ്റെ ജീവിതത്തിലേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെയാണ് മെല്ലെ മെല്ലെ പായക്കപ്പലുകൾ ഉണ്ടായത്. ചെറിയ ചെറിയ മരക്കഷ്ണത്തിൻ്റെ മുകളിൽ, ചങ്ങാടം പോലെ ഉള്ള മരത്തിൻ്റെ മുകളിൽ സഞ്ചരിച്ച മനുഷ്യൻ പിന്നെ അത് കൂടുതൽ വികസിപ്പിച്ച്, കൂടുതൽ സൗകര്യപ്പെടുത്തി, കൂടുതൽ ഭാരം താങ്ങാവുന്ന വിധത്തിൽ, ഭാരം കയറ്റാവുന്ന വിധത്തിലാക്കി മാറ്റി. അങ്ങനെയൊക്കെ ഉള്ള കപ്പലുകൾ മനുഷ്യനുണ്ടാക്കി. ആദ്യകാലത്ത് പായക്കപ്പലുകളാണ്. യന്ത്ര സൗകര്യങ്ങളില്ലാതിരുന്ന, യന്ത്രങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്തൊരു കാലത്താണ് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം. അപ്പോൾ അന്ന് അറബികളെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ സംബന്ധിച്ചിടത്തോളം പായക്കപ്പൽ മാത്രമാണ് അറിയപ്പെടുന്നത്. ഇന്നത്തെ പോലെ യന്ത്രവൽകൃത കപ്പലുകളില്ല. എന്നിട്ടും അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് കൽ-അഅ്ലാം എന്നാണ്. പർവ്വതങ്ങളെപ്പോലെയുള്ള കപ്പലുകൾ. ശരിക്ക് അന്ന് പർവ്വതങ്ങൾക്ക് സമാനമായ കപ്പലുകൾ അന്നില്ല. വലിയ കപ്പലുകളുണ്ടെന്ന് വാസ്തവം. പക്ഷേ ഇന്നത്തെ കപ്പൽ പോലെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുകയും ഏതാണ്ട് അതിൻ്റെ നല്ലൊരു ഭാഗം വെള്ളത്തിൻ്റെ അടിയിലേക്ക് താഴ്ന്നു നിൽക്കുകയും ചെയ്യുന്ന വിധത്തിൽ വലിയ കപ്പലുകൾ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ പർവ്വതത്തിന് സമാനം എന്ന് പറഞ്ഞാൽ ഒരു മല തന്നെയാണ്. ഒരു കപ്പൽ അതൊരു മലക്ക് സമാനം തന്നെയാണ്. അത്ര വലിയ സാധനമാണ് കപ്പൽ.
അങ്ങനെയുള്ള കപ്പലുകൾ, ആ കപ്പലിൽ ഭാരം വഹിക്കാനും യാത്രക്കും ഭാരം കൊണ്ടുവരാനും വസ്തുക്കൾ കൊണ്ടുവരാനും യാത്ര ചെയ്യാനുമൊക്കെ സംവിധാനങ്ങളായിട്ട് മനുഷ്യൻ ഏർപ്പെടുത്തി ഉപയോഗിക്കുന്നു. ഇത് അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തമാണ്. തുടർന്ന് 33-ാം ആയത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വേറെ ചില സംഗതികൾ അള്ളാഹു ഓർമ്മപ്പെടുത്തുക. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. അള്ളാഹു ഓർമ്മപ്പെടുത്തുക, ഈ യശ അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ യുസ്കിൻ അതിനെ നിർത്തും, അടക്കി നിർത്തും. രീഹ കാറ്റിനെ അവൻ അടക്കി നിർത്തും. ഫയലുലൽന അങ്ങനെ അത് ആയിത്തീരും. റവാഖിദ തങ്ങി നിൽക്കുന്നതായിത്തീരും, അനങ്ങാൻ കഴിയാത്ത സമുദ്രത്തിൽ ഈ പായക്കപ്പൽ അനങ്ങാൻ കഴിയാത്ത വിധത്തിൽ കാറ്റിനെ അങ്ങ് അള്ളാഹു പിടിച്ചു നിർത്തിയാൽ ഈ കപ്പലിൽ പായക്കപ്പൽ അനങ്ങാൻ കഴിയാതെ അങ്ങനെ കെട്ടി നിർത്തിയതുപോലെ അങ്ങനെ തങ്ങി നിൽക്കുന്നത് പോലെ അവിടെ നിൽക്കും. അള്ളാഹുവിന് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കഴിയുന്ന അർത്ഥം. ഇന്ന ഫീദാലിക്ക ഇന്ന തീർച്ചയായും ഫീദാലിക്ക അതിൽ ആയാത്തിൻ ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിക്കുല്ലി എല്ലാ സബ്ബാർ ക്ഷമിക്കുന്നവർക്കും ശക്കൂർ നന്ദി കാണിക്കുന്നവരുമായ ആൾക്കാർക്ക്, ക്ഷമാലുക്കളും നന്ദി കാണിക്കുന്നവരുമായ എല്ലാ വ്യക്തികൾക്കും എല്ലാ അടിമകൾക്കും എല്ലാ മനുഷ്യർക്കും ഇതിൽ മഹത്തായ ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ ഈ ആയത്തിൽ എന്താ അള്ളാഹ് പറയുന്നത്? ഈ പായക്കപ്പലുകളൊക്കെ കടലിലൂടെ സഞ്ചരിക്കുന്നത് വായുവിൻ്റെ കാറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഏത് ഭാഗത്തേക്കാണോ കപ്പൽ സഞ്ചരിക്കേണ്ടത് അതിനനുസരിച്ച് അതിൻ്റെ പായ തിരിച്ചും മറച്ചും കെട്ടുകയാണ് ചെയ്യുക. അതാണ് മുൻകാലത്തുണ്ടായിരുന്നത്. ചിലർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, ഈ നദികളിലൂടെയൊക്കെ പായക്കപ്പൽ സഞ്ചരിച്ചിരുന്നത്. ഒരേ കപ്പൽ അല്ലെങ്കിൽ തോണിക്ക് പായ പിടിപ്പിക്കാറുണ്ട്. എന്നിട്ട് ആ പായ തന്നെ ഒരു ഭാഗത്തേക്ക് തോണി, ഇക്കരെ നിന്ന് അക്കരേക്ക് പോകുന്ന തോണി അതേ പായ അത് അവിടെ എത്തി ആളിറക്കി അതിൽ ആ തോണിയിൽ തിരിച്ചിങ്ങോട്ടേക്ക്, കടത്ത് തോണികളിലൊക്കെ സാധാരണമായിരുന്നു. ഇപ്പോൾ അതൊക്കെ അന്യമായി തീർന്നു. അതേ കപ്പൽ തന്നെ അതേ തോണിയിൽ തന്നെ ആൾക്കാർ കയറിയിട്ട് പിന്നെ തോണി തുഴയുന്നവൻ ഒരല്പം ഇങ്ങോട്ടേക്ക്, ഒരല്പം ആ തീരത്ത് നിന്ന് ഒരല്പം ഇങ്ങോട്ടേക്ക് തുഴഞ്ഞു മാറ്റിയാൽ പിന്നെ ആ പായ മറ്റൊരു ദിശയിലേക്ക് ചെരിച്ചു കെട്ടുക ചെയ്യുക. ആ മറുദിശയിലേക്ക് ചെരിച്ചു കെട്ടുന്നതോടുകൂടെ നേരത്തെ വന്ന ആ ഭാഗത്തേക്കാണ് ഈ തോണി പോവുക. അപ്പോൾ ഇങ്ങനെ കപ്പലിൽ ഉയർത്തിക്കെട്ടിയ പായ അതിൽ കാറ്റ് വന്നടിക്കുമ്പോൾ ആ ശക്തിയിലാണ് കപ്പൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് ഏത് ഭാഗത്തേക്കാണോ അവർക്ക് പോകേണ്ടത് അതിനനുസരിച്ച് അവർ അതിൻ്റെ പായ ദിശ ക്രമീകരിക്കുക ചെയ്യുക. അപ്പോൾ നേരെ തിരിച്ചു കെട്ടിയാൽ കപ്പൽ മറുഭാഗത്തേക്ക് പോകും. അവിടുന്ന് തിരിച്ചു കെട്ടിയാൽ അപ്പോൾ പോകുന്നതിൻ്റെ മറുഭാഗത്തേക്ക് പോകും. ഏത് സൈഡിലേക്കാണ് ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത് അതൊക്കെ അനുസരിച്ച് ഈ കപ്പിത്താന് ആ പായ ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കലാണ്, പോകുന്നതിനനുസരിച്ച് എങ്ങോട്ടാണ് പോകുന്നത്. അതുപോലെ കാറ്റിൻ്റെ ശക്തിക്കനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി കൊടുക്കല, അങ്ങനെയാണ് സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് ഈ സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ പർവ്വതത്തെ പോലെയുള്ള കപ്പലുകൾ കാറ്റിൻ്റെ സൗകര്യം, കാറ്റിൻ്റെ ശക്തി ഉപയോഗപ്പെടുത്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ കാറ്റിനെ അവൻ എന്താക്കും? സാക്കിനാക്കി മാറ്റും. അതായത് അടങ്ങി നിൽക്കുന്ന, ഒതുങ്ങി നിൽക്കുന്ന, ഇളക്കമില്ലാത്തൊരവസ്ഥ ആക്കി മാറ്റും കാറ്റിനെ. കാറ്റ് വീശുന്നില്ല, വായു അവിടെ ഉണ്ട്, പക്ഷേ വായു വീശുന്നില്ല. കാറ്റെന്ന് പറഞ്ഞാൽ വായുവിൻ്റെ സഞ്ചാരമാണല്ലോ. വായു അങ്ങനെ കെട്ടി നിർത്തിയതുപോലെ സഞ്ചരിക്കാത്തൊരവസ്ഥ വായുവിനുണ്ടാക്കി എന്ന് നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ. ആഴക്കടലിലാണ് കപ്പൽ എത്തിപ്പെട്ടിട്ടുള്ളത്. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കാറ്റ് നിലച്ചു. കാറ്റ് നിലക്കുന്നതോടുകൂടെ കപ്പൽ എന്ത് ചെയ്യുന്നു? എത്തിയ സ്ഥലത്ത് ആഴക്കടലിൻ്റെ മുകളിൽ അവിടെ നിലയുറപ്പിക്കുന്നു. എങ്ങോട്ടും അതിന് സഞ്ചരിക്കാൻ സാധ്യമല്ല, എങ്ങും പോകാൻ കഴിയാതെ അവിടെ കെട്ടി നിർത്തിയതുപോലെ റവാക്കിത നല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഫയദലൽന റവാക്കിത അലാ ദഹിരിഹി, ആ സമുദ്രത്തിൻ്റെ ഉപരിഭാഗത്ത് കെട്ടി നിർത്തിയതുപോലെ അല്ലെങ്കിൽ തങ്ങി നിൽക്കുന്നത് പോലെ ആക്കുന്നു കപ്പലിനെ. അങ്ങനെ സംഭവിച്ചാൽ ആരുണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ? അള്ളാഹുവിൻ്റെ ചോദ്യം.
അപ്പോൾ ഒരേ സമയത്ത് കപ്പൽ യാത്ര ഉപയോഗപ്പെടുത്തുന്നത് വെള്ളത്തിൽ പൊങ്ങി നിൽക്കാനുള്ള വെള്ളത്തിന് കൊടുത്ത കഴിവും ഉപയോഗപ്പെടുത്തുന്നു മനുഷ്യൻ. അതോടൊപ്പം തന്നെ കാറ്റിൻ്റെ ശക്തി അതും മനുഷ്യന് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നങ്ങില്ലാതായിപ്പോയി എന്ന് വിചാരിക്കും. ഒന്നുകിൽ വെള്ളത്തിന് വസ്തുവിനെ മുകളിലേക്ക് തള്ളാനുള്ള അതിൻ്റെ മർദ്ദം, ആ മർദ്ദം എന്ന കഴിവ് അള്ളാഹു അങ്ങ് ഒഴിവാക്കി കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? കപ്പൽ നേരെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോവും. ഇനി അതല്ല, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പൽ കാറ്റിൻ്റെ സഹായത്തോടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പൽ, അപ്പോൾ ഒരു സമയത്ത് പെട്ടെന്ന് കാറ്റങ്ങ് നിശ്ചലമായിപ്പോയി, വായു സഞ്ചാരമില്ലാതായി. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ കപ്പൽ എവിടെയാണോ എത്തിപ്പെട്ടത് അവിടെ തന്നെ നിൽക്കും. അനങ്ങാൻ കഴിയാത്ത രൂപത്തിൽ കപ്പൽ ആഴക്കടലിൽ അങ്ങനെ നിൽക്കും. ഇത് രണ്ടും അപകടമല്ലേ? ഇനി വേറെ അപകടം വരാനുണ്ട് കേട്ടോ, അത് വേറെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് തരത്തിലും അപകടം തന്നെയാണ്. ഒന്നുകിൽ വെള്ളത്തിൽ താന്നു പോയാലും അപകടം, പൊങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ എങ്ങും ചലിക്കാൻ കഴിയാതെ ഒരിടത്ത് നിന്നാൽ അതും അപകടം തന്നെയാണ്. അത് അള്ളാഹ് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ കാറ്റിനെ അവൻ ശാന്തമാക്കി, അല്ലെങ്കിൽ കാറ്റിനെ നിശ്ചലമാക്കുകയും അങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയാതെ കപ്പൽ ആഴക്കടലിൻ്റെ മുകളിൽ നിലയുറപ്പിക്കുകയും ചെയ്യില്ലേ? എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുക, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സ്വബ്ബാരിൻ ശക്കൂർ. ക്ഷമിക്കുന്നവർക്കും നന്ദി കാണിക്കുന്നവർക്കുമൊക്കെ ഇതിൽ വളരെ വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട്. ഇത് രണ്ടിൽ ഏതാലോചിച്ചാലും അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിന് ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ സംവിധാനിച്ച സംവിധാനങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ ശാസ്ത്രീയമായ പഠനവും ഗവേഷണമൊക്കെ നടത്തിയിട്ട് വളരെ കുറച്ച് കാലല്ലേ ആയിട്ടുള്ളൂ. ഇതിൻ്റെ മുമ്പൊക്കെ ഈ സംവിധാനം ഇവിടെ അല്ലേ, ഒന്നും പുതിയതായി ഉണ്ടായതല്ലല്ലോ, എല്ലാം കണ്ടുപിടിച്ചു എന്നാ പറയാ. കണ്ടുപിടിച്ചു പറഞ്ഞാൽ ഇവിടെ ഉള്ള സാധനമല്ലേ, ഇവിടെ ഉള്ളതിനല്ലേ കണ്ടുപിടിക്കുന്നത്, ഇല്ലാത്തതിനെ കണ്ടുപിടിക്കാൻ കഴിയുമോ? അപ്പം ഈ ഓരോ വസ്തുക്കൾക്കും അള്ളാഹു നൽകിയിട്ടുള്ള കഴിവ് കണ്ടെത്തുകയും അതിൻ്റെ പ്രകൃതി കണ്ടെത്തുകയും അത് എങ്ങനെ മനുഷ്യന് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് ഗവേഷണം നടത്തി മനുഷ്യൻ അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാണ്. ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മഹത്തായ ദൃഷ്ടാന്തം, അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തം, അള്ളാഹു നൽകിയിട്ടുള്ള അപാരമായ എണ്ണിയാലൊടുങ്ങാത്ത കാരുണ്യങ്ങളിൽ അള്ളാഹു നൽകിയിട്ടുള്ള എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് ഇതൊക്കെ. അള്ളാഹുവിൻ്റെ ഓരോ ദൃഷ്ടാന്തവും എന്ന് എണ്ണി പറയുന്നത് മനുഷ്യന് നൽകിയിട്ടുള്ള കാരുണ്യമാണ്. എല്ലാ ദൃഷ്ടാന്തങ്ങളും അങ്ങനെ തന്നെയാണ്. അള്ളാഹു ഒരു ഭാഗത്ത് ദൃഷ്ടാന്തം എന്ന് പറയുമ്പോൾ മറ്റു ചില ഭാഗത്ത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എന്ന് പറയും, മറ്റൊരു സ്ഥലത്ത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ കാരുണ്യം എന്ന് പറയും. ഇതൊക്കെ ഒന്നെ. ഈ പ്രപഞ്ചത്തിൽ അത് വെച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ എല്ലാ ദൃഷ്ടാന്തങ്ങളും അത് മനുഷ്യനുള്ള നന്മയാണ്, മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള കാരുണ്യമാണ്, മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള ഔദാര്യമാണ് ഇതൊക്കെ. അപ്പോൾ കൃത്യമായിട്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിനെ എല്ലാ കാര്യങ്ങളിലും ക്ഷമിച്ച്, അതുപോലെ തന്നെ അള്ളാഹുവിന് നന്ദി കാണിക്കുക. ഇവിടെ രണ്ട് കാര്യം പറഞ്ഞത്, സബ്ബാർ ശക്കൂർ. ക്ഷമ ഉണ്ടാവണം, നന്ദി കാണിക്കണം. പ്രയാസങ്ങൾ ഉണ്ടായാൽ ക്ഷമിക്കണം, നന്മകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നന്ദി കാണിക്കണം. ഇത് രണ്ടും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ യഥാർത്ഥ മുത്തഖികൾക്ക് ഇതിലൊക്കെ ഉത്തമമായ പാഠമുണ്ട്. ഇനി 34-ാം ആയത്ത്. ഇതിലും കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ് പറയുന്നത്. പല നിലക്കും ചിന്തിക്കാനാണ്. ഒരേ സംഗതി തന്നെ, അതിനെ പല തരത്തിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊക്കെയാണ് അള്ളാഹു സംവിധാനിച്ചെന്ന് നോക്കുന്ന അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഇനി അള്ളാഹു പറയാം 34-ാം ആയത്തിൽ, ഔ യൂബിഖുന്ന ബിമാ കസബു വയഅഫു അൻ കസീർ. ഔ അല്ലെങ്കിൽ, യൂബിഖുന്ന അവൻ അവയെ നശിപ്പിച്ചേക്കും. യൂബിഖ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, ഹുന്ന അവയെ, അവ എന്ന് പറഞ്ഞാൽ കപ്പൽ. ഔ യൂബിഖ് ഹുന്ന അല്ലെങ്കിൽ അവൻ ആ കപ്പലുകളെ നശിപ്പിച്ചേക്കാം. ബിമാ കസബു അവർ സമ്പാദിച്ചത് അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി, മനുഷ്യൻ ചെയ്തതിൻ്റെ തിന്മയുടെ ഫലമായി അള്ളാഹു ആ കപ്പലുകളെ നശിപ്പിച്ചേക്കാം. വയഅഫു അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മാപ്പ് നൽകുന്നുണ്ട്. അൻ കസീർ ജനങ്ങൾ ചെയ്യുന്ന പലതിലും അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഈ 34-ാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്, ഇപ്പം രണ്ട് കാര്യം മേലത്തെ ആയത്തിൽ പറഞ്ഞു. ഒന്ന്, ആ കപ്പൽ വെള്ളത്തിലേക്ക് താഴ്ന്നു പോവുകയാണെങ്കിലോ എന്തായിരിക്കും സ്ഥിതി? രണ്ട്, ആ കപ്പൽ
പിന്നെ വായുസഞ്ചാരമില്ലാതെ ആഴക്കടലിൻ്റെ മുകളിൽ നിശ്ചലമായി നിൽക്കുന്ന അവസ്ഥ വന്നു, കാറ്റിൻ്റെ ചലനം ഇല്ലാതെയായി. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? 3 അള്ളാഹു പറയുന്നത് തുടർന്ന് മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായി, അതായത് അള്ളാഹുവിനോട് കാണിച്ച ധിക്കാരത്തിൻ്റെ പ്രതിഫലം എന്ന നിലക്ക്, അതിൻ്റെ ശിക്ഷ എന്ന നിലക്ക് ആ കപ്പലിനെ അള്ളാഹു നശിപ്പിച്ചു എന്ന് വിചാരിക്കും നിങ്ങൾ. അത് കേടുപാട് വന്നു. ആഴക്കടലിൽ വെച്ച് കപ്പൽ കേടായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ മാർഗം? ഒന്നുമില്ല, എല്ലാവരും മുങ്ങി മരിക്കാൻ, മറ്റ് യാതൊരു മാർഗവുമില്ല. കൊടുങ്കാറ്റ് വന്ന് കാറ്റ് തന്നെ കൊടുങ്കാറ്റായി മാറി, തിരമാലകൾ ഉയർന്നു പൊങ്ങാൻ തുടങ്ങി, കപ്പലുകൾ ആടി ഒലയാൻ തുടങ്ങി. നാനാഭാഗത്തു നിന്നുമുള്ള തിരമാലകളുടെ ശക്തിയിൽ കപ്പൽ അത് തകരാൻ തുടങ്ങി. എത്ര വലിയ കപ്പലായിട്ട് എത്ര ശക്തിയായ ബലമുള്ള ഉരുക്ക് കൊണ്ടുണ്ടാക്കിയാലും 4 ഭാഗത്തു നിന്നും തിരമാലകൾ ആഞ്ഞടിച്ചാൽ ആ ശക്തിയിൽ ഏത് ഉരുക്ക് കൊണ്ടുണ്ടാക്കിയതും തകർന്നു പോകും, തകർന്ന് തരിപ്പണമാവും. അത്ര ശക്തിയാണ്. വെള്ളമാണ് സംഗതി, ശരിയാണ്. വെള്ളത്തിൻ്റെ ശക്തി ചെറുതല്ല. 4 ഭാഗത്തുനിന്നും ഒരേ സമയത്ത് ആഞ്ഞടിച്ചാൽ, തിരമാലങ്ങ് ആഞ്ഞടിച്ചാൽ പൊട്ടി തകർന്നങ്ങ് പോകും കപ്പൽ. അപ്പം അങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിക്കും നിങ്ങൾ. എന്താ നിങ്ങൾക്ക് അവിടെ ഒരു മാർഗമുള്ളത്? അപ്പോൾ ഇതൊന്നും സംഭവിക്കാതെ അള്ളാഹു സാധാരണഗതിയിൽ കടലിനെ ശാന്തമായ അവസ്ഥയിൽ മനുഷ്യർക്ക് സഞ്ചരിക്കാനുള്ള സഞ്ചാരപഥമാക്കി മാറ്റി. കടലിനെ അതിന് സൗകര്യപ്പെടുത്തി കൊടുത്തു. കടലിലൂടെ സഞ്ചരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു. ഇതൊക്കെ നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത്? നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ, തെറ്റുകളിൽ, അള്ളാഹുവിനോട് കാണിക്കുന്ന വിശ്വാസക്കുറവിൽ അല്ലെങ്കിൽ അവിശ്വാസത്തിൽ, അള്ളാഹുവിന് ശിർക്ക് ചെയ്യുന്ന, അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, ഹറാമ് ചെയ്യുന്ന, ധിക്കാരം കാണിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അള്ളാഹ് നിങ്ങളെ ശിക്ഷിക്കാൻ വിചാരിച്ചില്ലെങ്കിലോ ഒരു രക്ഷയും നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്നാൽ വയഅഫു അൻ കസീർ, പല കാര്യങ്ങളും അള്ളാഹ് നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് തരികയാണ്. ഈ ഒരു ഓർമ്മ വേണം നമുക്ക്. തുടർന്ന് നമുക്ക് 35-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കാം. وَيَعْلَمَ الَّذِينَ يُجَادِلُونَ فِي آيَاتِنَا مَا لَهُم مِّن مَّحِيصٍ. ഇനി അള്ളാഹു ഓർമ്മപ്പെടുത്തുക. വയഅലമ, അറിയും, അല്ലദീന, ഒരു കൂട്ടരറിയും, യുജാദിലൂന, അവർ തർക്കം നടത്തുന്നു, അങ്ങനെയുള്ള ആൾക്കാർ, അഥവാ തർക്കം നടത്തുന്നവർ അറിയും, അല്ലെങ്കിൽ അവരറിഞ്ഞുകൊള്ളും. ഫി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ, അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെപ്പറ്റി, അള്ളാഹു നൽകിയിട്ടുള്ള കാരുണ്യങ്ങളിൽ തർക്കം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരറിയും. മാലഹും, അവർക്കില്ല, മിൻ മഹീസ്, രക്ഷപ്പെടാനുള്ള ഒരു സ്ഥലവുമില്ല, ഒരു രക്ഷാമാർഗവുമില്ല, അല്ലെങ്കിൽ ഒരു രക്ഷാസങ്കേതവുമില്ല എന്നവർക്ക് ബോധ്യപ്പെടും. മഹീസ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ഒരു സ്ഥലം, രക്ഷാസങ്കേതം. ഒരു രക്ഷാസങ്കേതവുമില്ല എന്നവർക്ക് ബോധ്യപ്പെടും. ഈ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു. കടലുമായി ബന്ധപ്പെട്ട, കപ്പലുമായി ബന്ധപ്പെട്ട്, വായുമായി ബന്ധപ്പെട്ട്, വായു എന്ന് പറഞ്ഞാൽ കാറ്റുമായി ബന്ധപ്പെട്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ളതൊക്കെ അള്ളാഹു മുകളിലുള്ള 3 ആയത്തുകളിൽ വിശദീകരിച്ച് പടച്ചറബ്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുക. ഇതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങളിൽ കുതന്ത്രങ്ങൾ മെനയുന്ന, അല്ലെങ്കിൽ തർക്കങ്ങൾ ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് വിമർശിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്, അള്ളാഹു നൽകിയതാണ് എന്ന് അംഗീകരിക്കാതെ അള്ളാഹുവിനെയൊക്കെ തള്ളിക്കളയുക വരെ ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കട്ടെ, അവർക്ക് അള്ളാഹു ഒരു സമയം കൊടുക്കും. ഈ കപ്പൽ കടലിൻ്റെ നടുക്ക് ഇങ്ങനെ നിശ്ചലമായി നിൽക്കുകയോ തകരാൻ ആരംഭിക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് താഴ്ന്നു പോവുകയോ ചെയ്യുന്ന അപകടകരമായൊരു സന്ദർഭം ഉണ്ടാകുമ്പോൾ അന്ന് അവർക്ക് മനസ്സിലാവില്ലേ, അവിടെ രക്ഷിക്കാൻ, അള്ളാഹുവിങ്കൽ നിന്ന് രക്ഷിക്കാൻ, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ ഒരാളും അവിടെ ഉണ്ടാവില്ല എന്നവർക്ക് ബോധ്യമാവില്ലേ എന്ന പറച്ച ചോദിക്കുന്നത്. വയഅലമല്ലദീന യുജാദിലുന ഫി ആയാത്തിന മാ ലഹും മിൻ മഹീസ്, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ തർക്കം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നവർ അറിഞ്ഞുകൊള്ളും, അവർക്ക് യാതൊരു രക്ഷാസങ്കേതവും ഇല്ല എന്ന്. അതാണ് ഈ ആയത്തിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. അപ്പം അങ്ങനത്തെ ഒരു ഘട്ടം കടലിൽ തന്നെ സംഭവിക്കും. ഇഹലോകത്ത്, ഈ ഭൂമിയിൽ വെച്ച് തന്നെ സംഭവിച്ചേക്കാം. അതേസമയത്ത് മരണാനന്തരമുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശേഷം പരലോകത്ത് വെച്ചാണെങ്കിലോ
ഒരു രക്ഷാസങ്കേതവും ഒരു മനുഷ്യനും അവിടെ അവരെ രക്ഷപ്പെടുത്താനില്ല എന്നത് ബോധ്യമല്ലേ? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയോ ദൃഷ്ടാന്തങ്ങളാണ്, തെളിവുകളാണ് അള്ളാഹു നമുക്കിവിടെ നൽകിയിട്ടുള്ള തെളിവുകൾ. ഈ ചക്രവാളത്തിൽ മുഴുവനും അള്ളാഹുവിൻ്റെ തെളിവുകളാണ്. ഈ പ്രപഞ്ചത്തിൽ മുഴുവനും അള്ളാഹുവിൻ്റെ ഏകത്വത്തിനുള്ള തെളിവുകളാണ്. മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ പോലും മനുഷ്യ ശരീരത്തിൽ പോലും അള്ളാഹു നൂറുകണക്കിന് ദൃഷ്ടാന്തങ്ങൾ വെച്ചിരിക്കുകയാണ്. ഓരോന്നും പരിശോധിച്ചു നോക്കിയാൽ ബോധ്യപ്പെടുന്നതാണ്. അവയൊക്കെ കണ്ടറിഞ്ഞ് പഠിച്ചറിഞ്ഞ് സൃഷ്ടികർത്താവായ അള്ളാഹുവിന് മാത്രം ആരാധനകളും സൃഷ്ടികർത്താവിൻ്റെ മുമ്പിൽ മാത്രം പ്രണാമങ്ങളും സാഷ്ടാംഗങ്ങളും നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും എല്ലാം ഏകനായ സൃഷ്ടികർത്താവ്, ഏകനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിനാണ് ഈ പറയുന്ന ശാസ്ത്രീയ കാര്യങ്ങളൊക്കെ, ശാസ്ത്രീയ സത്യങ്ങളൊക്കെയും ഖുർആൻ എണ്ണി പറയുന്നത്. അത് മനുഷ്യബുദ്ധിയെ തട്ടി ഉണർത്താനാണ്. നിങ്ങളെന്താ അതുകൊണ്ട് ചിന്തിക്കാത്തത്? നിങ്ങളതിനെപ്പറ്റി ഒന്ന് ആലോചിക്കൂ. ഇതിങ്ങനെ സംവിധാനിച്ചവൻ ആര്? എങ്കിൽ അവനെയല്ലേ നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന കാര്യം പഠിപ്പിച്ചു കൊടുക്കാനാണ്, മനുഷ്യബുദ്ധിയെ തട്ടി ഉണർത്താനാണ് ഇത്തരം കാര്യങ്ങളൊക്കെയും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അവയെല്ലാം മനസ്സിലാക്കി ഏകനായ അള്ളാഹുവിന് എല്ലാ ഇബാദത്തുകളും ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി അംഗീകരിച്ച് ജീവിക്കുന്ന, അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മുത്തഖികളിലും മുഅ്മിനുകളിലും ഉൾപ്പെടണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും സത്യദീനിൽ ഉറപ്പിച്ചു നിർത്തുകയും സത്യവിശ്വാസികളായി ജീവിക്കാനും മരിക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.